മല്ലയ്യ എന്തോ കുറെ സ്വർണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മാറ്റി ചെമ്പാക്കി. എങ്ങനെ സാധിച്ചു അത്? ഞാൻ 15 കൊല്ലം അടുപ്പിച്ച് ശബരിമല എല്ലാ മാസം പോണ ആളാണ്. ഞാനിതെല്ലാം കാണുന്നതാണ്. അതിനകത്ത് ശരിക്കൊരു വ്യത്യാസമുണ്ട്. അതെല്ലാം ഒരു ഫോർമാലിറ്റിയാണ്. മനുഷ്യനെ ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ് അത്. എന്തോരം സ്വർണ്ണ പോയേക്കണേ എന്നാ പിന്നെ ഇവര് ഭക്തന്മാരാന്ന് പറഞ്ഞ് നടക്കണേ എന്തിനാ? അപ്പൊ ഭരണസമിതിയിലെ അംഗങ്ങളുടെ ഒത്താശയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ അറിവും സംഭവത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യപ്പൻ തന്നെ ശിക്ഷിച്ചോളും, അത് വേറെ, ആ ശിക്ഷ വേറെയാണ്. മനുഷ്യത്ത് ഇത് കൂട്ടണതല്ലേ, അയ്യപ്പൻ എന്ത് ചെയ്യാൻ പറ്റും? വളരെ ശക്തിയുള്ളൊരു ദൈവമാണ്. അത് നാനാജാതിക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു ദൈവമാണ്. അവർ 5 കൊല്ലം കഴിയുമ്പോൾ അവരൊക്കെ വലിയ എസ്റ്റേറ്റും ബംഗ്ലാവും ബെൻസും ഒക്കെ മേടിക്കുന്ന ആ കാറ്റഗറിയിൽ വരെ സോഴ്സ് ഓഫ് ഇൻകം വരുന്നതാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരല്ല ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ തൊഴിലാളിക്ക് വേണ്ടിയില്ല, മുതലാളിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയും. അതിന് ശിക്ഷ കൊടുക്കണം. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഭക്തർക്ക് സത്യാവസ്ഥ അറിയില്ല ഒന്നും. മല്ലയ്യ എന്തോ കുറേ സ്വർണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മാറ്റി ചെമ്പാക്കി. എങ്ങനെ സാധിച്ചു അത്? അപ്പോൾ ഭരണസമിതിയിലെ അംഗങ്ങളുടെ ഒത്താശയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ന്യൂസ് പേപ്പറിൽ കാണുന്ന മാത്രമല്ല അവർ അറിയുന്നുള്ളൂ. ആക്ച്വൽ വേറെ നടന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേവസ്വം ഭരിക്കുന്നത് മുസ്ലിമാണ്. അപ്പോൾ അവരറിയാതെ അവിടെ നിന്നും അങ്ങനെ ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നു. അവിടെ രാഷ്ട്രീയം മാറ്റി നിർത്തുക. ദേവസ്വം ബോർഡിലിരിക്കുന്ന ആളുകളെല്ലാം എല്ലാവരും ഒന്നുമല്ല, അവരുടെ അറിവും സംഭവത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അവർ ഇൻവോൾവഡ് ആണ്. ഈ പൊതുജനങ്ങൾ എന്നിട്ട് ഇൻവോൾവഡ് ആവുമോ? സമ്മതിക്കുമോ? അവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അയ്യപ്പ സംഘം നടത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ വന്നേക്കുന്നത്. അതെല്ലാം ഒരു ഫോർമാലിറ്റിയാണ്. മനുഷ്യനെ ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണത്. ഗവൺമെന്റിന് കുറ്റം പറയില്ല, ആരോ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ഗവൺമെന്റിനെ കുറ്റം പറ്റുന്നില്ല. ബട്ട് ഇൻവോൾവ് ആയ ആൾക്കാർ ആരൊക്കെയാണോ അവർക്കത് പങ്കുണ്ട്. എന്നിട്ട് പൊട്ടം കളിച്ചിട്ട് കാര്യമില്ല. ഞാനും തമ്മിലെ ഏതെങ്കിലും ഒരു പോറ്റീനെ കൊണ്ട് നിർത്തിയിട്ട് പോറ്റീനെ ഫോക്കസ് ചെയ്തിട്ട് മറ്റുള്ളവരൊക്കെ സൈലൻ്റായിട്ട് ഇരിക്കുമ്പോഴുണ്ടാവുന്ന അവസ്ഥ. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ 3ാം പിണറായി സർക്കാർ വരുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ അതിൽ രാഷ്ട്രീയമായി ഒന്നും പറയുന്നില്ല. ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് പൊളിറ്റീഷ്യനും വന്നാലും അവരവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളിട്ടുള്ളത്. നോക്കൂ, എല്ലാ മിനിസ്റ്റർമാരും കയറുന്നതിന് മുമ്പ് ഒന്നും ഉണ്ടാവില്ല, ബെക്സൂറായിരുന്നു. അവർ 5 കൊല്ലം കഴിയുമ്പോൾ അവരൊക്കെ വലിയ എസ്റ്റേറ്റും ബംഗ്ലാവും ബെൻസും ഒക്കെ മേടിക്കുന്ന ആ കാറ്റഗറിയിൽ വരെ സോഴ്സ് ഓഫ് ഇൻകം വരുന്നതാണ്. അവർ സാലറി ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ലൊരു മെഡിക്കൽ സംവിധാനമുണ്ട്. എന്തുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? എല്ലാവരും അമേരിക്കയിലേക്ക് ഫോറിനിൽ പോയി ചികിത്സിക്കാൻ ചെയ്യുന്നു. സാധാരണക്കാരന് ചെന്ന് കഴിഞ്ഞാൽ അവന് OP എടുക്കുക, അവിടെ മരുന്നില്ല, ഇവിടെ മരുന്നില്ല, അവിടെ പോയി ടെസ്റ്റ് ചെയ്യുക. ഇത് മൊത്തം ഒരു ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും. കേപ്പബിളായിട്ടുള്ള ഒരു മിനിസ്റ്റേഴ്സും ഇല്ല. കാരണം ഒരു തൊഴിൽ ചെയ്യുന്നതിന് കേപ്പബിളുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യണം. അല്ലാതെ അവിടെ നിന്ന് കയറി ഇവിടെ നിന്ന് കയറി വന്നിട്ട് കുറേ എന്നിട്ട് അവനെന്ത് ചെയ്യാനാണ്? അതിനകത്ത് വേറെ ഒരു പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ഇത്ര നാൾ ഉണ്ടായില്ല. ഇപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ കൊടുത്തോണ്ടൊരു കാര്യമില്ല സാധനം. അതുകൊണ്ടാണ് പറയുന്നത്. ശരിക്കും ഒരു അഴിമതി തന്നെയാണ് അതിനകത്ത്. അതിൽ എല്ലാ മുകളിലുള്ളവർക്കും എല്ലാവർക്കും നല്ലതായിട്ട് ഉത്തരവാദിത്തമുണ്ട് അതിനകത്ത്. അറിയുകയും ചെയ്യാം, അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ദേവസ്വം മന്ത്രി പറയുന്നത് ഇത് VD സതീശന്റെ കളിയാണ്, BJPയുടെ കളിയാണെന്നൊക്കെയാണ്. ഭരണപക്ഷത്തിന് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഭരണപക്ഷം പ്രതിപക്ഷം പറയുന്നതിനെല്ലാം എതിര് പറയുക എന്നുള്ളതാണ്. അതിനകത്ത് സത്യമുണ്ടെന്നുള്ളത് നാട്ടുകാർക്കും എല്ലാവർക്കും. ഞാൻ 15 കൊല്ലം അടുപ്പിച്ച് ശബരിമല എല്ലാ മാസം പോണ ആളാണ്. ഞാനിതെല്ലാം കാണുന്നതാണ്. അതിനകത്ത് ശരിക്കൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ മാസം പോയപ്പോൾ വളരെയധികം അത്യാവശ്യം അതിനാണ്. ഇപ്പോഴാ ദ്വാരപാലകത്തിൻ്റെ ആ ഇതില്ല അവിടെ. അതിനകത്ത് ശരിക്കും അത് അഴിമതി തന്നെയാണത്. അതിനകത്തൊരു തർക്കമില്ല. 2019 സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്തത് ഈ സ്വർണം അവിടെ നിന്ന് മാറ്റാനാണെന്ന് ഒരു ആരോപണം. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഒരു കളി. ഇപ്പം ഈ അയ്യപ്പ സംഘം നടത്തിയതുകൊണ്ടാണ് അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് മനസ്സിലായി. അയ്യപ്പ അതൊന്നുകൂടെ അവർക്ക് അപകടകരമായി തീർന്നിരിക്കുന്നത്. കൂടുതൽ പുറത്തേക്ക് വന്നത് അത് ശരിക്കും അയ്യപ്പൻ്റെ കളി തന്നെയാണ്. എനിക്ക് അനുഭവമുള്ളതാണ് അയ്യപ്പൻ്റെ കാര്യത്തിൽ. എനിക്ക് വളരെയധികം ഗുണങ്ങളും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അയ്യപ്പൻ്റെ കാര്യത്തിൽ. കാരണം എല്ലാം 15 കൊല്ലം അടുപ്പിച്ചു തന്നെ. അടുത്തൊരു ചോദ്യം, 3ാം പിണറായി സർക്കാർ വരുമെന്ന് കരുതുന്നുണ്ടോ? സാധ്യത കുറവാണ്. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അതുകൊണ്ട് പറയുന്നതല്ല, ഇപ്പോഴത്തെ ഈ അഴിമതി. കാരണം ആദ്യത്തെ വർഷം 5 വർഷം വലിയ കുഴപ്പമില്ലാത്തത് നടത്തി. അതിന് ശേഷം ഭയങ്കര അഴിമതികളാണ്.
സ്വർണ്ണക്കള്ളക്കടത്താണെങ്കിൽ ഈ ഒരു അമ്പലം വിഴുങ്ങി വരെയും ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിണറായി ഇത്ര നാളായിട്ട് ഇന്നലെയാണ് ആദ്യമായിട്ടൊന്നും മിണ്ടിയതിനെ കുറിച്ച് പറയാറില്ല. അതാണ് അതിൻ്റെ സത്യം. ഈ ഒരു പിണറായി സർക്കാരിൽ ഒരു ടാക്സ് കൊടുക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ സംതൃപ്തനാണ്. എങ്ങനെ ഒരു നികുതി കൊടുക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ സർക്കാരിൽ സംതൃപ്തനാണ്. അതിപ്പോ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തല്ല കൊടുക്കുന്നത്. നമ്മളുടെ നികുതി പണം നമുക്ക് തരുന്നു, അതും മര്യാദയ്ക്ക് തരുന്നില്ല. അത് ഈ പറഞ്ഞ മാതിരിയാണ് വളരെയധികം പ്രശ്നം. ഇപ്പം തന്നെ 4-5 മാസത്തെ കുടിശ്ശിക കിടപ്പുണ്ട്. സാധാരണക്കാരൻ്റെ കുടിശ്ശിക അതും 10-12 കൊല്ലങ്ങളുണ്ട്. കൂടി ഈ തൊഴിലാളികളാണ് ഈ വർക്കത്ത്, അങ്ങനെ അവരുടെ കാശ് ഒത്തിരി കൊടുക്കാനുണ്ട്. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ വരില്ല എന്നുള്ളത് വരുന്നത് 99% വരാൻ സാധ്യതയില്ല. ഞാനൊരു വലിയ അതുകൊണ്ട് പറയുന്നതല്ല, അപ്പോഴത്തെ അങ്ങനത്തെയാണ് അവരുടെ നീക്കുപോക്കുകളൊക്കെ വരുന്നത്. പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിപ്പോൾ എൻക്വയറി നടക്കണ്ടല്ലോ. നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും നമുക്ക് വിശ്വസിക്കാനോ പറ്റാത്ത കണ്ടീഷനാണ്. ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അത് കണ്ടുപിടിച്ച് കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരിലാണെങ്കിലും കടുത്ത ശിക്ഷ കൊടുക്കണം. കാരണം അയ്യപ്പൻ്റെ മുതലെടുത്തിട്ട് ആരും ഒന്നും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ്. വളരെ ശക്തിയുള്ളൊരു ദൈവമാണ്. അത് നാനാജാതിക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു ദൈവമാണ്. ഹിന്ദുമത എല്ലാ മതക്കാർക്കും ആ അമ്പലങ്ങളിൽ ശബരിമലയിൽ തന്നെ എല്ലാ വർഷവും വന്ന് തൊഴുതു പോണ ആൾക്കാരുടെ എല്ലാ ജാതിക്കാരും ഉണ്ട്. അത് ജാതി മതമേഖലയിലാണ് പെണ്ണ് തൊഴുകുന്നവരാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ പശ്ചാത്തപിക്കേണ്ടി വരും, അത് ഉറപ്പ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും വന്നേക്കണ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് പറയുകയാണ്. അപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അയ്യപ്പൻ തന്നെ ശിക്ഷിച്ചോളും. അത് വേറെ, ആ ശിക്ഷ വേറെയാണ്. പിന്നെ ഈ ഒരു ശിക്ഷ എന്തായാലും തെളിയിക്കപ്പെടാൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമം കഴിഞ്ഞ ശേഷമാണ് ഇത് പുറത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിന് രാഷ്ട്രീയത്തിൽ ഞാൻ പറയാനൊന്നും പറ്റില്ല. കാരണം അതിപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി. അതെന്താണെന്ന് ആർക്കും അറിയില്ല. അതോ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റില്ല. എന്താണെന്നുള്ള കാര്യം അത് രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ അധികം പറയില്ല. പക്ഷേ ഈ ഒരു സംഗതി ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടണം. കൊന്നെടുക്കണ രീതിയിലാണ് ഇപ്പോൾ അവിടെ പോണത് ഭരണം. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 20-ാം തീയതി എൻ്റെ നിർമ്മാണ തൊഴിലാളി, ഞാൻ നേരത്തെ നിർമ്മാണ തൊഴിലാളി ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നിട്ട് ഈ ലോട്ടെടുത്തത്. ഞാനത് കഴിഞ്ഞ ജനുവരി 20-ാം തീയതി നിർമ്മാണ തൊഴിലാളിയുടെ പോണേക്കരയുള്ള ക്ഷേമനിധി ബോർഡിൽ പെൻഷന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോഴും അവർ പറഞ്ഞത് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 3-ാം മാസം വരെയുള്ളത് ഫണ്ട് വന്നിട്ടില്ല, ഇതുമായിട്ട് ഫണ്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. 8 മാസമായി കൊടുത്തിട്ട് 10,000 രൂപയോളം ഞാൻ അതിൽ അടച്ചിട്ടുണ്ട്. അതിന് ഇന്ന് വരെ 10 പൈസ കിട്ടണില്ല, അതുപോലും കിട്ടിയിട്ടില്ല. ആര് വായിക്കുമ്പോൾ പറഞ്ഞു വന്നിട്ടില്ല, ഫണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത്, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞ് ഈ കണക്കിന് ഇപ്പോൾ ഇവർ 3-4 മാസം കൂടെ കഴിഞ്ഞാൽ ഇവരിറങ്ങും, ഇത് കഴിഞ്ഞാലും നമുക്ക് പൈസ കിട്ടുമെന്ന് ചോദിച്ചു. അത് കിട്ടുക പോവില്ല എന്നൊക്കെ പറഞ്ഞു. എവിടെ നിന്ന് കിട്ടാൻ? ഞാൻ പറഞ്ഞ ഈ കണക്കിന് നമ്മൾ മൂക്കിൽ പഞ്ഞി വെച്ച് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ പൈസ കിട്ടുന്നത് എനിക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ പ്രവർത്തനം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ അത് പൊതുവെ മോശമായ രീതിയിലാണ് പോണത്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരാണ് പറയുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരല്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ. തൊഴിലാളിക്ക് വേണ്ടിയില്ല, മുതലാളിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയാം. ഇത് സംഭവം വളരെ മോശമാണ്. അത് അന്വേഷണം വേണം. ആരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട് അവരെല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് നിയമത്തിന് മുമ്പിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. അത് മറ്റേ സുപ്രീം കോടതിയോ മറ്റേ ആരെങ്കിലും ഹയർ കോടതി അവരുടെ മുന്നിൽ വെച്ച് തന്നെ നടത്തണം. ഇപ്പോൾ മറ്റുള്ള മതങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. കൂടുതൽ ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അത് ഹിന്ദുക്കളുടെ ഒരു കഴിവ് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊന്നും തോന്നാൻ ശക്തമായ പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല. ഇല്ല. മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് കരുതുന്നുണ്ടോ? തോന്നുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ അവരുടെ പ്രവർത്തനം തന്നെയാണ് അതിലെ പ്രധാനം. അല്ല, അത് അതുപോലെ കണ്ടുപിടിക്കണം. ഒരു രക്ഷയില്ല. അത് എന്തോരം സ്വർണ്ണ പോയേക്കണേ. എന്നാ പിന്നെ ഇവര് ഭക്തന്മാരാന്നും പറഞ്ഞ് നടക്കണേ എന്തിനാ? അപ്പൊ ഒരു ദേവസ്വം മന്ത്രി പറയുന്നത് ഇത് വി.ഡി. സതീശനായിട്ട് ജയിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി വി.ഡി. സതീശൻ വെക്കാന്നുള്ളത്. അപ്പൊ അതിലൊക്കെ എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നാണ് മാഡത്തിന് തോന്നുന്നത്? അതെല്ലേ, ഞാനങ്ങനെ അധികം ന്യൂസ് പക്ഷേ ഇത് പോയതുകൊണ്ട് ഒത്തിരി സങ്കടം തോന്നി, അത്രേ ഉള്ളൂ. അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷമാണ് ഈ പ്രശ്നം വന്നത്. വന്നത് അയ്യപ്പൻ കൊടുത്ത ഒരു
അയ്യപ്പൻ ഒരു കോപമാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്? മനുഷ്യർ ചെയ്തു കൂട്ടണതല്ലേ, അയ്യപ്പൻ എന്ത് ചെയ്യാൻ പറ്റും? അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ ഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരുന്നല്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. എന്താണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് ഈ സർക്കാരിന്റെ അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്? അപ്പൊ സർക്കാരിന് ഇതിന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നില്ലേ, ആരാ ഭരിച്ചാലും ഏത് പാർട്ടിയായാലും ഉത്തരവാദിത്തില്ലേ, അത് ചെയ്യണം നമ്മള്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശബരിമല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും വിശ്വാസത്തിലിരിക്കണല്ലേ, ചെയ്യാൻ പാടില്ല. സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണ്. ആ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ലെന്നാ തോന്നണേ, ഇങ്ങനെയൊക്കെ പോയാ ഇല്ലെന്നാ തോന്നണേ. അത് മോട്ടിച്ചോണ്ട് പോയവരെ പിടിക്കണം, അതിന് ശിക്ഷ കൊടുക്കണം. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത്രേ പറയാനുള്ളൂ.